ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിനെന്താ, ഹരിക്ക് അവാർഡ് വാങ്ങാൻ പോകാൻ തടസ്സമൊന്നുമില്ലല്ലോ. എനിക്ക് പോയി വാങ്ങാനോ? നമ്മളെല്ലാരും കൂടിയാ പോകുന്ന അവാർഡ് ഫംഗ്ഷന്. ഇത് എന്റെ ഹൃദയം കൊണ്ടുള്ള നന്ദിയാ. ഞാനിത് എല്ലാവരോടും ഒന്ന് പറയട്ടെ. കൈവിട്. നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നവര് നമ്മുടെ നേട്ടങ്ങൾക്ക് മുമ്പിൽ കണ്ണു നിറയുമ്പോഴാ നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തുന്നത്. ഈ ലോകത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേടോ നിത്യ? അമ്മാവൻ എല്ലാം എന്നോട് പറഞ്ഞടോ. ഈ മധുരനൊമ്പരക്കാറ്റ് നിങ്ങളുടെ മനസ്സിലെ പ്രണയം തന്നെയല്ലേ? വെറുതെ അല്ലടോ അത് ജയിച്ചത്. വർഷത്തെ ചെറുശ്ശേരി പുരസ്കാരം മധുരനൊമ്പരക്കാറ്റ് എന്ന കവിതാ സമാഹാരത്തിന്. യുവകവി ഹരിശങ്കറാണ് മധുരനൊമ്പരക്കാറ്റിന്റെ രചയിതാവ്. നമ്മുടെ നാട്ടിൻപുറത്തിന്റെ മനോഹാരിതയും പ്രണയവുമെല്ലാം വളരെ മനോഹരമായി ഹരിശങ്കർ ഈ കവിതാ സമാഹാരത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നു. മധുരനൊമ്പരക്കാറ്റ് പുതിയൊരു വായനാനുഭവമായിരിക്കും വായനക്കാർക്ക് സമ്മാനിക്കുക. ഹരി, സത്യം പറഞ്ഞ ഇതിങ്ങനെ ഒന്ന് ആഘോഷിച്ച പോരാ കേട്ടോ. ആദ്യമായിട്ടൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുക, അതിന് ഇത്രയും പ്രശസ്തമായ ഒരു അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാ അതൊരു ചെറിയ കാര്യമാണോ? എന്തായാലും തന്റെ അവാർഡ് ഫംഗ്ഷൻ ഒന്ന് കഴിയട്ടെ. നമുക്കിത് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചളയാം. വേണമെങ്കിലേ നമുക്കെല്ലാവർക്കും കൂടി പുറത്തെവിടെയെങ്കിലും ഒന്ന് പോവാം. എല്ലാവർക്കും അതൊരു ചേഞ്ച് ആയിരിക്കും. ശരിയാ. ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും പോവാം. എല്ലാത്തിനും ഞാൻ റെഡിയാ. അച്ഛാ, ഓ ടൂറ് പോവാനാണെങ്കിൽ സ്ഥലം ഞാനും നിത്യാമ്മയും ഫിക്സ് ചെയ്തോളാം. അതെന്താ മോളെ, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അല്ല, ഇത്ര നാളെ ഇതൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നിത്യാമ്മ പറയോ? നല്ല ആളല്ലേ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ടൂറ് പോയ കൊറേ സ്ഥലങ്ങളുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. മതി മതി, ഒരവസരം കിട്ടിയപ്പോഴേ ആവശ്യമില്ലാത്ത പ്ലാനിങ്ങിലൊന്നും ചെന്ന് ചാടണ്ട. അതെ, അതൊക്കെ മുതിർന്നവര് തീരുമാനിച്ചോളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ല, മുതിർന്നവര് തീരുമാനിക്കുമ്പോഴേ നീ എതിർപ്പൊന്നും പറയാണ്ടിരുന്നാ മതി. സാർ, இந்த അവാർഡ് ഫംഗ്ഷൻ നാളെ തന്നെ? അതെ. ഓക്കെ. ഇവര് ഇത്തവണ എല്ലാം നേരത്തെ അറേഞ്ച് ചെയ്തത്, അതുകൊണ്ടാ ഡേറ്റ് ഇത്ര പെട്ടെന്ന് വന്നെന്ന് പറയുന്നത്. അതിനെന്താ, ഹരിക്ക് അവാർഡ് വാങ്ങാൻ പോകാൻ തടസ്സമൊന്നുമില്ലല്ലോ. എനിക്ക് പോയി വാങ്ങാനോ?
നമ്മൾ എല്ലാരും കൂടിയാ പോകുന്ന അവാർഡ് ഫംഗ്ഷന്. எல்லாரும் இருக்கா சார்? சூப்பரா இருக்கு சார். പിന്നല്ലാതെ. അച്ഛാ, അച്ഛന്റെ പുസ്തകം അച്ചടിക്കാൻ കാരണം നിത്യാമ്മയല്ലേ? പിന്നെ അപ്പൊ നിത്യാമ്മ അവിടുത്തെ ചീഫ് ഗസ്റ്റ് അല്ലേ? ചീഫ് ഗസ്റ്റിന്റെ അച്ഛനും അമ്മയും അവിടുത്തെ സെലിബ്രിറ്റികളല്ലേ? ഓ, ആ വരണ വരവ് കണ്ട. ഇതാണ് ഇക്കാലത്തെ കുട്ടികളുടെ ഒരു മിടുക്ക്. നമ്മളൊരു കാര്യം മനസ്സിൽ ചിന്തിച്ച അവരത് മാനത്ത് കാണും. സുജാതെ എന്തായാലും നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയേക്കാം. ആ കുറെ കാലത്തിന് ശേഷം നമ്മുടെ 2 വീടുകളിലേക്കും കേറി വന്നൊരു സന്തോഷം. അത് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ആഘോഷിച്ചേക്കാം, അല്ല രാമകൃഷ്ണേട്ടാ? ആ എന്റെ രഘുവേ, ദേ ഇവൻ ആ സ്റ്റേജിൽ കയറുന്നതും അവാർഡ് മേടിക്കുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്കിന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമെന്ന കാര്യം സംശയമാ. ആ അതെ, അങ്ങനെ ഉറക്കം പോവൊന്നും വേണ്ട. ഇനി ഇപ്പൊ പെട്ടെന്ന് അവാർഡ് ഫംഗ്ഷൻ എങ്ങാനും മാറ്റിവെച്ച പിന്നെ അതും പ്രശ്നവും. ഒരുപാട് കാലമായി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്, ഒന്നിച്ചിരുന്ന് ചിരിച്ചിട്ട്. ഈ ഒരു അവാർഡ് നമ്മുടെ 2 കുടുംബങ്ങളിലേക്കും ദൈവം തിരിച്ചു കൊണ്ടുവന്ന ജീവിതമാണ്. എടോ, താൻ ഈ ദസ്തോസ്കിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ആ, അദ്ദേഹത്തിന്റെ ജീവിതത്തില് നിർണായകമായ ഒരു മാറ്റം വന്ന എപ്പോഴാണെന്ന് അറിയോ? അന്നയുടെ വരവോടെയാ. ആക്ച്വലി അദ്ദേഹത്തിന്റെ കോപ്പിറൈറ്ററായിട്ടാ അവർ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ പതുക്കെ പതുക്കെ അവർ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാമായി മാറി. ഒരുപക്ഷെ അന്നയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പുസ്തകങ്ങളൊന്നും പുറത്തു വരില്ലായിരുന്നു. ആയിക്കോട്ടെ, ഇതിപ്പോ ഇവിടെ പറയാൻ എന്താ കാരണം? എടോ, ഏകദേശം അതുപോലെ തന്നെയല്ലേ ഈ ഹരിയേട്ടനെ നിത്യച്ചിരം കാര്യം. വളരെ ദൂരെ ഇരുന്നൊരു എഴുത്തുകാരനെ അന്ധമായി ആരാധിക്കുക, അയാളെ നിർബന്ധിച്ച് കവിതകൾ എഴുതിക്കുക, എന്നിട്ട് അയാൾ പോലും അറിയാതെ ആ കവിതകൾ പ്രസിദ്ധീകരണത്തിന് കൊടുക്കുക, എന്നിട്ട് അതിനൊരു അവാർഡ്.